വോയിസ് ഓഫ് ഡൈനാമൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഗോളം എന്ന സിനിമയുടെ ഒരു കുഞ്ഞു റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അധികം പബ്ലിസിറ്റി ഇല്ലാതെ വന്നൊരു സിനിമയാണ്. ഞാൻ എൻ്റെ സുഹൃത്ത് റെക്കമെൻഡ് ചെയ്ത പ്രകാരം പോയി കണ്ടതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി പോയി കണ്ടു. ഒരു നല്ലൊരു കുറ്റാന്വേഷണ കഥയാണ്. ഒരു IT ഓഫീസിൽ നടക്കുന്ന ഒരു കൊലപാതകം, അതിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സംജാത് എന്നുള്ളൊരു പുതുമുഖ സംവിധായകനും പ്രവീൺ വിശ്വനാഥ് എന്നുള്ള ഒരു സുഹൃത്ത്. സംജാത് തന്നെയാണ് അതിൻ്റെ തിരക്കഥ. പ്രവീൺ വിശ്വനാഥ് രണ്ടാളും ചേർന്നുള്ള തിരക്കഥയും സംജാതിൻ്റെ ഡയറക്ഷനിലാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഒരു നീറ്റായിട്ടുള്ളൊരു ക്രൈം ത്രില്ലറാണ്. പുതുമുഖ സംവിധായകനും പുതുമുഖ നടനാണെങ്കിലും കുറച്ച് നമുക്കറിയുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. പുതുമുഖങ്ങളെ കൂടാതെ നമുക്കൊക്കെ അറിയുന്ന ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. ഒത്തിരിയല്ല, കുറച്ച്. സിദ്ദിഖ്, സണ്ണി വെയിൻ, അലൻസിയർ, അങ്ങനെ പിന്നെ നമ്മുടെ കാതൽ സിനിമയിലെ ഒരു കഥാപാത്രം ചെയ്ത ഒരാൾ, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. കുഞ്ഞു ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയാണ്. ഒരു കോർട്ട് റൂം പോലെ തന്നെ ഒരു ഓഫീസിനകത്ത് നടന്ന ഒരു കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ത്രൂ ഔട്ട് അതിൻ്റെ BGM നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സ്ക്രിപ്റ്റ് ഭയങ്കര സ്ട്രോങ് ആണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ. അതിൻ്റെ കഥ നന്നായി കൊണ്ടുപോയിട്ടുണ്ട്. വലിച്ചു നീട്ടാതെ നമ്മൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ, സംശയങ്ങളെല്ലാം അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട എല്ലാ ദുരൂഹതകളും അതുപോലെ തന്നെ ടെൻഷനും അവർ ഇതിനകത്ത് വേണ്ടുവോളം കൊണ്ടുവന്ന് ഇൻ്റർവെല്ലിൽ തന്നെ നമുക്കറിയാം ആരാണ് കൊലപാതകന്നൊക്കെ. പക്ഷേ എങ്ങനെ കൊന്നു, അതിൻ്റെ മോട്ടീവ് എന്താണെന്നെല്ലാം പിന്നെ സെക്കൻഡ് ഹാഫിൽ കാണിക്കുകയും അത് കൊണ്ട് എത്തിച്ച രീതിയൊക്കെ ഗംഭീരമായിരുന്നു. ഒരു കുഞ്ഞു പടം എന്ന് പറഞ്ഞത് ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയി കണ്ട പടം നമുക്ക് നല്ല ഒരു ഫീൽ കിട്ടി. സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ചെറിയൊരു ക്ലൂവും കൂടി ഇട്ടിട്ടാണ് പടം അവസാനം ചെയ്യുന്നത്. അപ്പോൾ അതൊരു ട്രെൻഡാണ് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഹിൻ്റ് ഇടുക. പക്ഷേ ഇത് അതിന് മാച്ച് ആയിട്ടുള്ളതാണ്. കാരണം സണ്ണി വെയിനിലൂടെയാണ് പടം ഇനി സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുന്നത്, സെക്കൻഡ് പാർട്ടിലോട്ട്. അപ്പോൾ ത്രില്ലർ പ്രേമികൾക്ക് തീർച്ചയായും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഗോളം. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ചിത്രം കുഞ്ഞു പടമാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അതിനൊക്കെ തട്ടിമാറ്റും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു സുഹൃത്ത് റെക്കമെൻഡ് ചെയ്ത പ്രകാരം എൻ്റെ സുഹൃത്തുക്കൾക്കും കൂട്ടിയിട്ടാണ് പോയത്. നല്ലൊരു അനുഭവമായിരുന്നു. അവർക്കൊക്കെ എന്നോട് ഭയങ്കര ഞാൻ ഇതെന്താവും അറിയാതെ അവർ കുടുങ്ങിപ്പോവും. പടം ആവറേജ് ആയിരിക്കും അല്ലെങ്കിൽ ബിലോ ആയിരിക്കുന്ന രീതിയാണ് അവർ വന്നത്. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 100% സാറ്റിസ്ഫൈഡ് ആയി. മാത്രമല്ല അവർ മറ്റു സുഹൃത്തുക്കളിലോട്ടും എന്താ അറിയിക്കുക, ഇത് നല്ലൊരു ചിത്രം. ഇത്തരം സിനിമകളും വെറൈറ്റി ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റിൽ പുതിയ സിനിമകളും വരട്ടെ. ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ. വീഡിയോ കണ്ടാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടക്കക്കാരനാണ്, കുറച്ച് എന്തെങ്കിലും കുറവുണ്ടെങ്കിലെല്ലാം പരിഹരിച്ച് നമ്മൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു.